കുമാർ അദ്ദേഹം പാൻ കാർഡിനെ കുറിച്ചാണ് ചോദിച്ചത്. നമ്മുടെ വിഷയവുമായി നേരിട്ട് ബന്ധമില്ല. വീണ്ടും ഒരു മാത്യു അദ്ദേഹം സിംഗപ്പൂരിൽ നിന്നാണ് ചോദിക്കുന്നത്. അദ്ദേഹത്തിന്റെ ചോദ്യം, NRE നിക്ഷേപം കാലാവധി പൂർത്തിയാകുന്ന മുറയ്ക്ക് NRO ആക്കി മാറ്റാൻ ഉദ്ദേശിക്കുന്നു. പലിശ കൂടുതൽ കിട്ടുന്നതിന് വേണ്ടിയാണിത്. അങ്ങനെ വരുമ്പോൾ TDS എത്രയായിരിക്കും? റിട്ടേൺ ഫയൽ ചെയ്താൽ TDS തുക റീഫണ്ട് ചെയ്യുമോ? അതായത് ഇപ്പോൾ നോൺ റെസിഡൻസിൻ്റെ തന്നെ TDS ടാക്സ് ഉത്ഭവ സ്ഥാനത്തുനിന്ന് നികുതി കുറവിനുള്ള നിരക്കുകൾ വ്യത്യസ്തമാണ്. കാരണം നമുക്ക് ഗവൺമെൻറ്റിന് പൂർണ്ണമായിട്ടും ടാക്സ് കിട്ടത്തക്ക വിധം അപ്പോൾ ഏകദേശം 22% അവർ TDS പിടിക്കേണ്ടി വരും. അതുകൊണ്ട് അത് അദ്ദേഹത്തിന് റീഫണ്ട് കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കോണ്ടം ഇപ്പോൾ കംപ്ലീറ്റ് ഇവിടുത്തെ ഇന്ത്യയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഒരു വരുമാനമായതുകൊണ്ട് പൂർണ്ണമായിട്ടും ഇവിടെ നികുതി വിധേയമാണ്. അതിലേക്ക് നമ്മൾ തിരികെ വരാം. എറണാകുളത്ത് നിന്നും ബിജു ലൈനിലുണ്ട്. ചോദിച്ചോളൂ ബിജു. ഞാനിവിടെ ഒരു എറണാകുളത്ത് ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത്. എനിക്കറിയേണ്ട രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നമ്മുടെ ഇൻകം ടാക്സ് റിബേറ്റിനകത്ത് വരുന്നതിൽ ATCCയിൽ വരുന്ന ഹൗസിംഗ് ലോൺ റീപേയ്മെന്റിലേക്ക് ചെയ്യുന്നതിൽ അതിന്റെ പ്രിൻസിപ്പൽ പോർഷന്റെ ഫുൾ എമൗണ്ട് നമുക്ക് റിബേറ്റ് ആയിട്ട് എടുക്കാൻ പറ്റുമോ? ഫോർ എക്സാമ്പിൾ, ഞാനൊരു ലോൺ എടുത്തു, ഒരു 5 lakhs ലോൺ എടുത്തു, 5 lakhs ഞാൻ പ്രീ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ എൻറ്റയർ 5 lakhs, അതായത് സബ്ജക്ട് ടു 1 lakh എന്ന് പറഞ്ഞു ATCC, അതെ, ആ ഫുൾ എമൗണ്ട് ക്ലെയിം ചെയ്യാൻ തീർച്ചയായിട്ടും. നമുക്ക് നേരത്തെ ഒരു 20,000 രൂപ എന്ന് പറഞ്ഞിട്ട് സബ് ലിമിറ്റ് ഉണ്ടായിരുന്നു. ആ സബ് ലിമിറ്റ് എടുത്തു കളഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും താങ്കളുടെ മറ്റ് നിക്ഷേപങ്ങളോടൊപ്പം ഹൗസിംഗ് ലോൺ റീപേയ്മെന്റ് തീർച്ചയായിട്ടും താങ്കൾക്ക് പൂർണ്ണമായിട്ടും ക്ലെയിം ചെയ്യാം. പക്ഷേ ആകെ ലഭ്യമായിട്ടുള്ള 70 ലക്ഷം രൂപ.